ആരംഭത്തിൽ ഒരു ചെറിയ ചോദ്യം. ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമ്പാദ്യം എന്താണെന്ന് താങ്കൾക്കറിയാമോ? അത് സ്വന്തം ആത്മാഭിമാനമാണ്. എന്നാൽ ചിലർ നമ്മുടെ ആത്മാഭിമാനത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അവരെ എങ്ങനെ ഒഴിവാക്കണം, അവഗണിക്കണം? ഇന്നത്തെ ഈ വീഡിയോയിൽ പ്രാചീന ഭാരതത്തിലെ മഹാപണ്ഡിതനായ ചാണക്യൻ്റെ നീതിശാസ്ത്രത്തിൽ നിന്നുള്ള അമൂല്യമായ ഉപദേശങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഈ ഉപദേശങ്ങൾ താങ്കളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുമെന്നും ഉറപ്പ്. കൂടുതലറിയാൻ അവസാനം വരെ കേൾക്കുക. സ്വാഗതം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ചാനലിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലെ ജ്ഞാനപ്രദമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ ചാനലിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ചാണക്യൻ്റെ നീതിശാസ്ത്രത്തിൽ നിന്നുള്ള പ്രചോദനാത്മക ചിന്തകളെക്കുറിച്ചാണ്. താങ്കളുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാനും മൂല്യമില്ലാത്ത ബന്ധങ്ങളെ ഒഴിവാക്കാനുമുള്ള മാർഗങ്ങൾ ചാണക്യൻ എങ്ങനെ വിവരിക്കുന്നു എന്ന് നമുക്ക് കഥാപരമായി പര്യവേക്ഷണം ചെയ്യാം. ഈ വീഡിയോ താങ്കളെ പ്രചോദിപ്പിക്കുമെന്നും ജീവിതത്തിൽ പുതിയ ദിശാബോധം നൽകുമെന്നും വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുകയും ലൈക്ക് അടിക്കുകയും ചെയ്യുക. താങ്കളുടെ പിന്തുണയാണ് ഞങ്ങളുടെ പ്രചോദനം. ഇപ്പോൾ നമുക്ക് ചാണക്യൻ്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാം. പ്രാചീന ഭാരതത്തിലെ ഒരു മഹാമനസ്സായിരുന്നു ചാണക്യൻ. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ ഗുരുവും അർത്ഥശാസ്ത്രത്തിൻ്റെ രചയിതാവുമായിരുന്ന അദ്ദേഹം ജീവിതത്തിൻ്റെ സൂക്ഷ്മരഹസ്യങ്ങൾ നീതിശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നു. ഒരു കഥയോടെ തുടങ്ങാം. ഒരിക്കൽ ഒരു രാജാവിൻ്റെ സഭയിൽ ഒരു പണ്ഡിതൻ അപമാനിക്കപ്പെട്ടു. എന്നാൽ ചാണക്യൻ പറഞ്ഞു, സ്വന്തം മൂല്യം തിരിച്ചറിയാത്തവരോട് സമയം പാഴാക്കരുത്. ഈ ചിന്തയാണ് നമ്മുടെ വിഷയത്തിൻ്റെ ആധാരം. ചാണക്യനീതി പറയുന്നു, ഒരു സ്നേഹിതൻ ദുരന്തകാലത്തിലും യുദ്ധത്തിലും രാജസഭയിലും ശ്മശാനത്തിലും ഉപേക്ഷിക്കാത്തവനാണ്. അതായത് യഥാർത്ഥ സുഹൃത്ത് താങ്കളെ മൂല്യപ്പെടുത്തുന്നവനാണ്. എന്നാൽ മൂല്യമില്ലാത്തവരെ എങ്ങനെ തിരിച്ചറിയാം? ചാണക്യൻ ഉപദേശിക്കുന്നു, സുഹൃത്തുക്കളെ സ്വർണം പോലെ പരീക്ഷിക്കണം. ഉരസി, മുറിച്ച്, ചൂടാക്കി, അടിച്ച്. അതുപോലെ ഒരാളുടെ ത്യാഗം, പെരുമാറ്റം, ഗുണങ്ങൾ, പ്രവൃത്തികൾ എന്നിവ പരിശോധിക്കുക. ഇവയിൽ പരാജയപ്പെടുന്നവരെ ഒഴിവാക്കുക. കാരണം അവർ താങ്കളുടെ ആത്മാഭിമാനത്തെ ക്ഷയിപ്പിക്കും. ഒരു കഥ കൂടി പങ്കുവയ്ക്കാം. ഒരു വനത്തിൽ നേരായ മരങ്ങൾ വെട്ടിമാറ്റപ്പെടുന്നത് ചാണക്യൻ കണ്ടു. വളഞ്ഞവ ബാക്കിയാകുന്നു. അദ്ദേഹം പറഞ്ഞു, അതിസമത്വം ജീവിതത്തിൽ ദോഷകരമാണ്. അതായത് എപ്പോഴും നേരായി പെരുമാറുന്നത് അപകടകരം. മൂല്യമില്ലാത്തവരോട് വിനയം കാണിക്കരുത്. പകരം ശക്തനോട് വിധേയത്വം, ദുഷ്ടനോട് പ്രതിരോധം, സമനോട് മര്യാദയോ ബലമോ ഉപയോഗിക്കുക. ഈ ഉപദേശം താങ്കളുടെ ബന്ധങ്ങളിൽ പ്രയോഗിക്കുക. അപമാനിക്കുന്നവരെ അവഗണിക്കുക. അവരോട് പ്രതികരിക്കാതിരിക്കുക. ചാണക്യൻ മറ്റൊരു ശ്ലോകത്തിൽ പറയുന്നു, ദുഷ്ടനും സർപ്പത്തിനുമിടയിൽ സർപ്പമാണ് നല്ലത്, കാരണം അത് മാത്രം കടിക്കുന്നു. ദുഷ്ടൻ എപ്പോഴും ദോഷം വരുത്തും. അതിനാൽ ദുഷ്ടരെ ഒഴിവാക്കുക, അവരെ ഉണർത്തരുത്. പാമ്പ്, രാജാവ്, കടുവ, കടന്നൽ, കുഞ്ഞ്, മറ്റൊരാളുടെ നായ, മൂഢൻ എന്നിവയെപ്പോലെ. ഈ ഉപമ താങ്കളെ പഠിപ്പിക്കുന്നത് നെഗറ്റീവ് ആളുകളെ പ്രകോപിപ്പിക്കരുതെന്നാണ്. പകരം അവരെ അവഗണിക്കുക, താങ്കളുടെ ഊർജം സംരക്ഷിക്കുക. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് ചാണക്യൻ പറയുന്നു, ദുഷ്ടരെ പരിഷ്കരിക്കാൻ കഴിയില്ല. പോസ്റ്റീരിയസ് 100 തവണ കഴുകിയാലും മുകളിലത്തെ ഭാഗമാകില്ല. അതായത് ദുഷ്ടരെ മാറ്റാൻ ശ്രമിക്കരുത്. പോലും കുടുംബത്തിലെ ടോക്സിക് ആളുകളെ ഒഴിവാക്കുക. അവർ താങ്കളുടെ മാനസിക സമാധാനത്തെ നശിപ്പിക്കും. ഒരു കഥ. ഒരു രാജകുമാരൻ തൻ്റെ ദുഷ്ട സഹോദരനെ ഒഴിവാക്കി രാജ്യം സംരക്ഷിച്ചു. അതുപോലെ താങ്കളുടെ ജീവിതത്തിൽ സമാധാനത്തിനായി ദൂരം പാലിക്കുക. മറ്റൊരു പ്രധാന ചിന്ത, പുസ്തകങ്ങൾ മൂഢനുപയോഗശൂന്യം, കണ്ണാടി അന്ധനു പോലെ. മൂല്യമില്ലാത്തവരോട് താങ്കളുടെ ജ്ഞാനം പങ്കുവയ്ക്കരുത്. അവർ അതിനെ അവഗണിക്കും, താങ്കളെ അപമാനിക്കും. പകരം യഥാർത്ഥ മൂല്യമുള്ളവരോട് മാത്രം ബന്ധപ്പെടുക. ചാണക്യൻ ഉപദേശിക്കുന്നു, ഏതൊരു പ്രവൃത്തിക്കും മുൻപും 3 ചോദ്യങ്ങൾ ചോദിക്കുക. എന്തിന്? ഫലമെന്ത്? വിജയിക്കുമോ? ഈ ചിന്ത താങ്കളെ മൂല്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് രക്ഷിക്കും. ഇനി ആധുനിക ജീവിതത്തിൽ ഈ ഉപദേശങ്ങൾ എങ്ങനെ പ്രയോഗിക്കാം? ഓഫീസിൽ ഒരു സഹകർമ്മി താങ്കളെ അപമാനിക്കുന്നുവെങ്കിൽ അവനെ അവഗണിക്കുക. താങ്കളുടെ ശ്രദ്ധ പ്രവൃത്തിയിൽ കേന്ദ്രീകരിക്കുക. കുടുംബത്തിൽ ടോക്സിക് ബന്ധുക്കളുണ്ടെങ്കിൽ ദൂരം പാലിക്കുക. മാനസികാരോഗ്യം സംരക്ഷിക്കുക. ചാണക്യൻ പറയുന്നു, ആത്മാഭിമാനത്തിന് ആക്രമണമുണ്ടെങ്കിൽ സ്നേഹം പോലും ത്യജിക്കുക. ഈ ജ്ഞാനം താങ്കളെ ശക്തനാക്കും. ഒരു കഥ കൂടി. ഒരു പണ്ഡിതൻ
ഒരു ധനികന്റെ അഹങ്കാരത്തെ സഹിച്ചു. എന്നാൽ ചാണക്യൻ പറഞ്ഞു, വാനരൻ പോലെ ഫലം കടിച്ച് ജീവിക്കുന്നത് നല്ലത് അഹങ്കാരിയുടെ മുഖം നോക്കി ഭിക്ഷിക്കുന്നതിനേക്കാളും. അതായത് ആത്മാഭിമാനം നഷ്ടപ്പെടുത്തി ബന്ധങ്ങൾ നിലനിർത്തരുത്, ഒഴിവാക്കുക, പുതിയ പാതകൾ തുറക്കുക. ചാണക്യന്റെ നീതി താങ്കളുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. ടോക്സിക് ആളുകളെ ഒഴിവാക്കി സ്വന്തം മൂല്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകുക. ഇപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ കൂടി നോക്കാം. സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻറ്റുകൾ വരുമ്പോൾ അവഗണിക്കുക. ചാണക്യൻ പറയുന്നത് പോലെ അവരുടെ വിഷം താങ്കളെ ബാധിക്കരുത്. ബിസിനസ്സിൽ പങ്കാളികൾ മൂല്യമില്ലാത്തവരാണെങ്കിൽ ബന്ധം വിച്ഛേദിക്കുക, പുതിയ അവസരങ്ങൾ തേടുക. ചാണക്യന്റെ മറ്റൊരു ഉപദേശം, സർപ്പം വിഷമില്ലാതെ ശിരസുയർത്തിയാലും ഭയപ്പെടുത്താൻ മതി. അതായത് താങ്കളുടെ ശക്തി കാണിച്ച് മൂല്യമില്ലാത്തവരെ അകറ്റുക, പ്രതികരണമില്ലാതിരിക്കുക. അത് അവരെ നിരാശപ്പെടുത്തും. ഈ രീതിയിൽ താങ്കളുടെ ഊർജം സംരക്ഷിക്കുക, വിജയത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇനി കുട്ടികളോടും യുവാക്കളോടും, സ്കൂളിലോ കോളേജിലോ ബുള്ളിയിങ് നേരിട്ടാൽ ചാണക്യന്റെ ജ്ഞാനം ഉപയോഗിക്കുക. അവരെ അവഗണിക്കുക, താങ്കളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. പ്രായമുള്ളവരോട്, റിട്ടയർമെന്റ് ജീവിതത്തിൽ ഏകാന്തത അനുഭവിക്കുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക, മൂല്യമില്ലാത്തവരെ ഒഴിവാക്കുക. ചാണക്യന്റെ നീതി ഒരു വഴികാട്ടിയാണ്. അത് താങ്കളെ സമാധാനത്തിലേക്കും വിജയത്തിലേക്കും നയിക്കും. ഈ ഉപദേശങ്ങൾ പ്രയോഗിച്ച് താങ്കളുടെ ജീവിതം സമ്പന്നമാക്കുക. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. ചാണക്യന്റെ ചിന്തകൾ താങ്കളെ പ്രചോദിപ്പിച്ചുമെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റുകളിൽ താങ്കളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക. നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, പുതിയ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക. നന്ദി, നമസ്കാരം.